ഗബ്രിയേൽ ഗാർസിയ മാർക്കസിന്റെ ലോകപ്രശസ്ത നോവലായ 100 Years of Solitude നെറ്റ്ഫ്ലിക്സ് സീരീസ് ആവുകയാണ്. ഡിസംബർ 11-ന് സീരീസ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ആദ്യമായാണ് ഏകാന്തതയുടെ 100 വർഷങ്ങൾ സ്ക്രീനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചർച്ചകളും ആഗോളതലത്തിൽ ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മാർക്കസ് ഇത് സ്ക്രീനിലെത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന വാദം. 2014-ലാണ് മാർക്കസ് അന്തരിച്ചത്. അന്നുവരെ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ആശയം ഉണ്ടായിരുന്നില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത്. എന്നാൽ അത് അങ്ങനെ ആയിരുന്നു. ദി ഒഡീസി മുതൽ ഹാംലെറ്റ് വരെയുള്ള മറ്റ് ക്ലാസിക്കുകൾ സിനിമയായും സീരീസായും എത്തി വിജയിച്ചിരുന്നു. അവയെപ്പോലെ ഏകാന്തതയുടെ 100 വർഷങ്ങൾക്കും പുസ്തകത്തിന്റെ അപ്പുറത്തേക്കൊരു ജീവിതമുണ്ട്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ ബാലറ്റ്, ഒപ്പേറ, നാടകം, പെയിന്റിങ്ങുകൾ എന്നീ കലകൾക്ക് പ്രചോദനമായിട്ടുണ്ട്. ഇനി അത് സ്ക്രീനിലേക്ക് എത്താനുള്ള സമയമാണ്. നോവലിന്റെ അഡാപ്റ്റേഷന് അതിൻ്റെതായ രീതിയിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടാകാം. ഇന്നത്തെ സംവിധായകർക്കും എഴുത്തുകാർക്കും സിനിമകൾ വിജയിപ്പിക്കുന്നതിന് ഹോളിവുഡ് സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കണമെന്നില്ല. പ്രേക്ഷകരുടെ താല്പര്യത്തിനനുസരിച്ചാണ് കണ്ടന്റുകൾ നിർമ്മിക്കപ്പെടുന്നത്. അതിന് 140 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നെറ്റ്ഫ്ലിക്സും കാരണമാണ്. അതിനാൽ ഇവിടെ ചർച്ചയാകേണ്ട വിഷയം ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന സീരീസിന്റെ ക്വാളിറ്റിയിലോ അത് എത്രത്തോളം നോവലിനോട് നീതി പുലർത്തി എന്നതിലോ അല്ല, മറിച്ച് 190-ലധികം രാജ്യങ്ങളിൽ മക്കോണ്ടോയുടെയും ബൂണ്ടിയ കുടുംബത്തിന്റെയും കഥകൾ സ്വീകരിക്കപ്പെടുമോ എന്നതിലാണ്. നാർക്കോസ് എന്ന സീരീസിന്റെയും റോമ എന്ന ഫീച്ചർ ഫിലിമിന്റെയും വിജയം ലാറ്റിൻ അമേരിക്കൻ കഥകൾക്ക് നെറ്റ്ഫ്ലിക്സിൽ മാർക്കറ്റ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ സ്ക്രീനിലെത്തിക്കാൻ മാർക്കസിന് നേരത്തെയും ഓഫറുകൾ വന്നിരുന്നു. 1982-ൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഓഫറുകൾ ലഭിച്ചിരുന്നു എന്നത് മാർക്കസിന്റെ കത്തിടപാടുകളിൽ നിന്ന് വ്യക്തമാണ്. സിനിമയോടുള്ള അവിശ്വാസം കാരണം അദ്ദേഹം ഓഫറുകൾ നിരസിച്ചു എന്നതാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ അത് അങ്ങനെ ആയിരുന്നില്ല. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പാഷനിൽ ഒന്നായിരുന്നു സിനിമ. 1963-ൽ, അതായത് ഏകാന്തതയുടെ 100 വർഷങ്ങൾ എഴുതുന്നതിന് 2 വർഷം മുൻപ് അദ്ദേഹം മെക്സിക്കോ സിറ്റിയിൽ ഒരു തിരക്കഥാകൃത്തായി ജോലി ചെയ്തിരുന്നു. ആ വർഷം തന്നെ തന്റെ സുഹൃത്തായ പ്ലിനിയോ അപ്പൂലിയോ മെൻഡോസയോട് മാർക്കസ് കത്തിലൂടെ താമസിയാതെ താൻ ഹോളിവുഡിൽ ജോലി ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. മാജിക്കും യാഥാർത്ഥ്യവുമാണ് ഏകാന്തതയുടെ 100 വർഷങ്ങളുടെ പ്രധാന ഘടകങ്ങൾ. അതിനെ രണ്ടിനെയും സമന്വയിപ്പിക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ചത് സിനിമയാണ്. ഈ നോവൽ എഴുതുമ്പോൾ അതിനായി നിരവധി സിനിമാറ്റിക് ട്രിക്കുകളും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യ പേജ് മുതൽ മാർക്കസ് അത് ചെയ്തിട്ടുണ്ട്. കേണൽ ഔറേലിയാനോ ബ്യൂണ്ടിയ ഫയറിംഗ് സ്ക്വാഡിന് മുന്നിൽ നിൽക്കുന്ന നിമിഷം ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. കുട്ടിക്കാലത്ത് അദ്ദേഹം ആദ്യമായി ഐസ് സ്പർശിച്ചപ്പോൾ മക്കാണ്ടോ ഒരു ചെറിയ ഗ്രാമമായിരുന്നു എന്ന ഫ്ലാഷ് ബാക്കിലേക്ക്. മക്കാണ്ടോയുടെ കഥ പറയാൻ ഏത് ഓഡിയോ വിഷ്വൽ ഫോർമാറ്റാണ് മികച്ചതെന്ന് തീരുമാനിക്കുന്നതിൽ മാർക്കസിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു കൃതി ഒരിക്കലും ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് കാണിച്ച് ഫലിപ്പിക്കാനാവില്ലെന്ന് മാർക്കസിന് അറിയാമായിരുന്നു. അതിനാലാണ് അദ്ദേഹം നോവലിന്റെ ഫിലിം അഡാപ്റ്റേഷനെ എതിർത്തത്. എന്നാൽ ടെലിവിഷനിലേക്ക് നോവൽ അഡാപ്റ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1989-ൽ മാർക്കസ് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്ക് 10 ദശലക്ഷം കാഴ്ചക്കാരിലേക്ക് എത്താൻ ടിവിയിലൂടെ സാധിക്കും. ഏകാന്തതയുടെ 100 വർഷങ്ങൾക്ക് ആ സാധ്യതയുണ്ടെന്ന് മാർക്കസിന് അറിയാമായിരുന്നു. നടൻ ആന്റണി ക്വിൻ ഈ നോവൽ സ്വീകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ മാർക്കസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഏകാന്തതയുടെ 100 വർഷങ്ങൾ 50 മണിക്കൂർ ദൈർഘ്യമുള്ള ടെലിവിഷൻ സീരിയലിന് അനുയോജ്യമായിരിക്കും. എല്ലാ സാഹിത്യ ക്ലാസിക്കുകൾക്കും തലമുറയായി സ്വയം പുനർനിർമ്മിക്കുവാനുള്ള കഴിവുണ്ട്. എന്നാൽ ഓരോ ക്ലാസിക്കിനും സ്ക്രീൻ അഡാപ്റ്റേഷൻ ചെയ്യുന്നതിൽ അതിൻ്റെതായ വെല്ലുവിളികളുമുണ്ട്. ഒരു മികച്ച അഡാപ്റ്റേഷനിൽ പ്രാദേശികമായ ഭാഷയും സംസ്കാരവും കൃത്യമായി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആഗോള പ്രേക്ഷകർക്കായി ഒരു യൂണിവേഴ്സൽ ഡയമെൻഷനിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും വേണം. അതല്ലെങ്കിൽ ഈ സീരീസും മാർക്കസിന്റെ ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർടോൾഡ്, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ എന്നീ നോവലുകളുടെ ഫിലിം അഡാപ്റ്റേഷൻ പോലെ പരാജയമാകും. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലിൽ സംഭാഷണങ്ങളുടെ അഭാവം തികച്ചും സങ്കീർണമാണ്. ഇനി അതിലേക്ക് സാങ്കേതികത കൂടി കടന്നു വരുമ്പോൾ ഉയർത്തുന്ന വെല്ലുവിളികളും ചെറുതായിരിക്കില്ല. പുസ്തകത്തിന്റെ കണ്ടന്റിൽ ആകെ 5% മാത്രമാണ് സംഭാഷണങ്ങൾ. ഇനി അത് വെള്ളിത്തിരയിൽ എത്തുമ്പോൾ ആ കഥ എങ്ങനെ പറയണം എന്നതാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. മക്കോണ്ടോ കണ്ടുപിടിക്കുന്നത് തൊട്ട് ഇല്ലാതാകുന്നത് വരെയുള്ള കഥ പറച്ചിൽ രീതി ലീനിയർ ടൈമിൽ നിന്ന് തുടങ്ങി സൈക്ലിക്കൽ ടൈമിൽ അവസാനിക്കുന്നതാണ്. കഥാപാത്രങ്ങളുടെ പേരും അവരുടെ ട്രാജഡികളും പിന്നെയും പറഞ്ഞു പോകുന്നുണ്ട്. മാജിക്കൽ റിയലിസം, പോയറ്റിക്കായ എഴുത്ത് എന്നതിനപ്പുറം ഏകാന്തതയുടെ 100 വർഷങ്ങൾ ഒരു സെൻസറി വർക്കാണ്. ഔറേലിയാനോ ബ്യൂണ്ടിയ ആദ്യമായി ഐസിൽ തൊട്ടതുപോലെയുള്ള ടെക്സ്ചറുകളും മക്കോണ്ടോ നിവാസികളെ ഉറക്കമില്ലായ്മയിൽ നിന്ന് മോചിപ്പിച്ച പദാർത്ഥത്തിന്റെ സുഗന്ധവുമെല്ലാം എങ്ങനെയാണ് സ്ക്രീനിൽ എത്തിക്കാനാവുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. ഈ വെല്ലുവിളികൾക്ക് അപ്പുറത്തേക്ക് ഏകാന്തതയുടെ 100 വർഷങ്ങൾ സീരീസ് ആവുക എന്ന് പറയുമ്പോൾ
അത് ആ ക്ലാസിക്കിന്റെ പ്രാധാന്യത്തെയാണ് ഉയർത്തിക്കാട്ടുന്നത്. വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് ഇന്നും മാർക്കസിന്റെ നോവലിന് അത്രയ്ക്ക് ചരിത്ര പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഈ ക്ലാസിക്കിനായി കാത്തിരിക്കുന്നത്.